സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിന്ന് ശക്തമായ മഴയുടെയും കാറ്റിന്റെയും ഒക്കെ വാർത്തയും വിവരങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. പാലക്കാട്ടേക്ക് നമുക്ക് പോകാം. പാലക്കാട് കാക്കത്തറയിൽ കനത്ത മഴയിൽ ഒരു വീട് തകർന്നു വീണു. ഇളയ പുരയ്ക്കൽ സരോജിനിയുടെ വീടാണ് തകർന്നത്. ഞങ്ങളിത് പേടിച്ചിട്ട് ഞങ്ങൾ മേലെ വീഴുക പറഞ്ഞിട്ട് ഞങ്ങൾ വെളിയിലിരുന്നു. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോഴേക്ക് അങ്ങനെ എല്ലാവരുടെയും കൂടി വീഴുന്നു. അപ്പം ഞങ്ങൾ മുറ്റത്ത് വന്ന് നോക്കുമ്പോഴേക്ക് എല്ലാം വീണു. ഇത് അവൻ്റെ വീട്ടിലേക്ക് വീഴുക പറഞ്ഞു വിചാരിച്ചു. പിന്നെ ഈ ചുമരിൽ തന്നെ അവിടെ തന്നെ പതിഞ്ഞു. അത് രണ്ടുപേരെ ഇപ്പൊ ഇവിടെ അങ്ങനെ രണ്ടുപേരേ ഉള്ളൂ. ഇന്നലെ പുലർച്ചെ 3 മണിക്ക് സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് ഓടിപ്പോയതാ. നിഖിൽ പ്രമേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഇത് ഈ കാക്കത്തറയിൽ വീട് തകർന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇളയപുരയ്ക്കൽ സരോജിനിയുടെ വീടാണല്ലോ തകർന്നത്. എന്താണ് അവർ പറയുന്നത്? ഇതെപ്പോഴാണ് സംഭവം? ഗോപീകൃഷ്ണൻ, അവരുടെ അവസ്ഥ വളരെ മോശമാണ്. കാരണം ഇന്ന് പുലർച്ചെ തന്നെ അവരുടെ വീടിന്റെ ഒരു ഭാഗം തകർന്നു തുടങ്ങിയിരുന്നു. അത് അറിയാതെ അവർ ആ വീട്ടിൽ തന്നെ കഴിയുകയും 11 മണിക്ക് ജില്ലയിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായതിനെ തുടർന്ന് പൊടുന്നനെ ഇവരുടെ വീട് തകർന്നു വീഴുകയായിരുന്നു. ഇവരുടെ മകനും മാത്രമാണ്, 67-കാരിയായ സരോജിനി അവരുടെ മകനും മാത്രമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ഈ വലിയ ശബ്ദം കേട്ട് ഇവർ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. നമുക്കിപ്പോൾ തന്നെ കാണാൻ കഴിയും ആ വീടിന്റെ ഒരു 90% ഭാഗവും പൂർണ്ണമായി ഇടിഞ്ഞു തകർന്ന് വീണ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഭാഗം ഏത് നിമിഷവും വീഴുമെന്നുള്ള അവസ്ഥയിലുമാണ്. അവർക്ക് പക്ഷെ മാറിപ്പോകാൻ മറ്റു സ്ഥലങ്ങളില്ല എന്നുള്ളതുകൊണ്ട് നിലവിൽ അവിടെ തന്നെ തുടരുകയാണ് അവർ. കണ്ണാടി പഞ്ചായത്തിന്റെ കീഴിലാണ് അവർ വരുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ലൈഫ് പദ്ധതിയിലടക്കം അവർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ അവർ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അവർ പറയുന്നത് ഞങ്ങൾക്ക് പോകാൻ മറ്റു വഴികളില്ല, വാടക വീടുകളിലേക്ക് മറ്റോ മാറുന്നതിനുള്ള സാമ്പത്തികമായിട്ടുള്ള സാഹചര്യമില്ല, അതുകൊണ്ട് തന്നെ അവിടുന്ന് മാറാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാണ് അവർ പറയുന്നത്. ജില്ലയിൽ ഇന്നത്തെ പൊതുവായിട്ടുള്ള മഴയുടെ സാഹചര്യം എടുക്കുമ്പോഴും എല്ലായിടത്തും ശക്തമായ മഴ തന്നെയാണ് കഴിഞ്ഞ ഒരു 12 മണിക്കൂറായി പെയ്തുകൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ കാര്യമായിട്ടുള്ള മഴ മുന്നറിയിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങൾക്കൊന്നും തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നില്ല. ഇത് നേരിയ തരത്തിൽ തിരിച്ചടിയായിട്ടുണ്ട്. കാരണം ജില്ലയിൽ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ സ്കൂളിൽ ഇരിക്കുമ്പോഴും പ്രയാസമാണ്, തിരികെ അവർ വീട്ടിലേക്ക് പോകുന്ന ഈ സമയത്താണെങ്കിലും കുട്ടികൾക്ക് പ്രയാസമാണ്. ഇത് മാത്രമല്ല, ജില്ലയിൽ ഇന്ന് വിവിധയിടങ്ങളിൽ മരങ്ങളും മറ്റും കടപുഴകി വീണ ഗതാഗതം തടസ്സപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിലെ 21 ഷട്ടറുകൾ ഇതിന്റെ ഭാഗമായി ഉയർത്തിയിട്ടുണ്ട്. ഈ വെള്ളം എത്തിച്ചേരാൻ സാധ്യതയുള്ള മേഖലകളിലെ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലത്തൂർ ബാങ്ക് റോഡിൽ മരം കടപുഴകി വീണ് ഒരു കാറും ഒരു ബൈക്കും അതിനടിയിലായി. അത് വളരെ അത്ഭുതകരമായാണ് അവിടെ നിന്ന് ആളുകൾ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ യാത്രക്കാർ കടന്നു പോകുന്നതിനിടെ മരം പൊടുന്നനെ പൊട്ടി വീഴുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഈ കാറും ബൈക്കും ഈ മരത്തിന് താഴെ അകപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. യാത്രക്കാർ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത്. ഈ തരത്തിൽ വിവിധയിടങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ജില്ലയിൽ ശക്തമായ മഴ ഇന്നും തുടരുകയാണ്. ഗോപി, പാലക്കാട്ട് കാക്കത്തറയിലാണ് കനത്ത മഴയിൽ വീട് തകർന്നു വീണത്. ഇളയപുരയ്ക്കൽ സരോജിനിയുടെ വീടാണ് തകർന്നത്. അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ പ്രമേഷ്, ഞങ്ങളുടെ പ്രതിനിധി പാലക്കാട് നിന്ന്.